Christmas and New Year is a season where we all express our gratitude, build our bonds, share love and joy, and start fresh. With great joy, we welcome Dr. Tony Jacob to share a Christmas New Year message for all of us. നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നു. മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും നമ്മുടെ ഈ കുടിയേറ്റത്തിന് ശേഷമുള്ള നമ്മുടെ പൂക്കൾ കൊടിയായി നിൽക്കുന്ന മലയാള സംസ്കാരത്തിൻ്റെയും തീവ്രതയോടുകൂടി അതിനെ പരിപോഷിപ്പിക്കുവാൻ ഇവിടെ അശ്രാന്ത പരിശ്രമം ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളായ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മൾ ക്രിസ്തുമസും, അതായത് ക്രിസ്തുദേവൻ്റെ ജനനോത്സവവും ഒരു വർഷം കഴിഞ്ഞ് ഒരു പുതുവർഷത്തിലേക്ക് പോകുന്ന ആ പ്രയാണവും, അതായത് നവവത്സരത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോകുന്ന ഈ അവസരത്തിൽ മലയാളികളായ നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ നിന്ന് വരുവാനും സംബന്ധിക്കുവാനും സാധിച്ചതിനും നിങ്ങളിതിൽ സഹകരിച്ചതിനും നന്ദി പറയുകയും നിങ്ങൾ ഓരോരുത്തർക്കും അതിൻ്റെ മംഗളങ്ങൾ ഞാൻ നേരുകയും ചെയ്യട്ടെ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഡിസംബർ ജാനുവരി കാലഘട്ടത്തിൽ കേരളത്തിൽ പോയാൽ അവിടെ നമ്മളിവിടെ കാണുന്ന പോലെ ആയിരിക്കില്ല ക്രിസ്മസ്. നമ്മളൊക്കെ അനുഭവിച്ച ക്രിസ്മസ് ലാത്തിരി, കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പ്, അങ്ങനെ പ്രകാശമാനമാണ് കേരളം. കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ പ്രകാശമാനമായ ഒരു കാലഘട്ടമാണ് ക്രിസ്മസ്. അപ്പം ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം ലളിതമായി പറഞ്ഞാൽ പ്രകാശം എന്നത് തന്നെയാണ്. പ്രകാശം. ഹൈന്ദവ സംസ്കാരത്തിൽ നമ്മൾ പറയും തമസോ മാ ജ്യോതിർഗമയാണ്, ഇരുട്ടിൽ നിന്ന് എന്നെ പ്രകാശത്തിലേക്ക് നയിച്ചാൽ. ഹൈന്ദവ സങ്കല്പങ്ങൾ. ക്രൈസ്തവ സങ്കല്പങ്ങളിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗം വായിച്ചാൽ അതിലെഴുതിയിട്ടുണ്ട്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയിൽ ദൈവം പറഞ്ഞു പ്രകാശം ഉണ്ടാകും. അപ്പം മതങ്ങൾ നമ്മൾ ഏത് നോക്കിയാലും ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു പ്രയാണം. ആ പ്രയാണമാണ് ഈ തിരുവോത്സവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കേരളത്തിൽ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മൾ പടക്കങ്ങളും ശബ്ദങ്ങളും അമ്പലങ്ങളിൽ നിന്ന് വരുന്ന ശംഖധ്വനികളും പള്ളി മണികളുടെ മുഴക്കവും വൈദികരുടെ അതിരകുടങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പ്രാർത്ഥനാ ഗീതം കൊണ്ടും കേരളം മുഖരിതമാണ്. പ്രാർത്ഥന, ശബ്ദം. നമ്മൾ ശബ്ദത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഹൈന്ദവ സാഹിത്യകാരന്മാർ, പുരോഹിതന്മാർ, സന്യാസി ശ്രേഷ്ഠന്മാർ അവരെഴുതി വെച്ചു പ്രണവമന്ത്രം അല്ലെങ്കിൽ ആദിശബ്ദം. ഭൂമിയുടെ തുടക്കത്തിൽ ഒരു മന്ത്രം, ഒരു പ്രണവമന്ത്രം അല്ലെങ്കിൽ ഒരു ആദിശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ, ബൈബിളിലേക്ക് വന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു ദൈവം വചനമാകുന്നു, വചനം ദൈവത്തോടൊപ്പമാകുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മാംസമായി ജനിച്ചു. അപ്പോൾ ക്രിസ്മസിന്റെ രണ്ടാമത്തെ സന്ദേശം ആദി വചനം മാംസമായി ജനിക്കുന്നു. ഇതാണ് ക്രിസ്മസിന്റെ രണ്ടാമത്തെ സന്ദേശം. പിന്നെ നമ്മൾ കേരളത്തിൽ കാണുന്നത് കാരൽ ഗാനങ്ങൾ. ജാതി മതഭേദമന്യേ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസൽമാനും കുട്ടികളിങ്ങനെ വീട് വീടാന്തരം കയറി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും സത്യത്തിൻ്റെയും ഗീതങ്ങൾ പാടി സന്തോഷിക്കുന്ന കാരൽ ഗാനങ്ങൾ പാടുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ.
നമ്മളെല്ലാവരും കൊണ്ടാടുന്ന ആ കാരൽ ഗാനങ്ങൾ, നമ്മളൊക്കെ പാട്ടുപാടി നടക്കുന്ന ആ കാരൽ ഗാനങ്ങൾ, അവ എന്താണ് നമ്മളോട് പറയുന്നത്? അവ പറയുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം. ഇപ്പം മലയാളത്തിൻ്റെ യശശരീരനായ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് അശ്വമേധം നടത്തിയ സാക്ഷാൽ വയലാർ രാമവർമ്മ അദ്ദേഹം എഴുതി പാടിയ ഗാനം എന്താണ്? മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കും. മനുഷ്യനെ വെറുക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കും. അത് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ സ്നേഹമാണ്. അപ്പം സ്നേഹത്തിൻ്റെ ഒരു സന്ദേശമാണ് ക്രിസ്തുമസ് തരുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഈ കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂർ, അവിടെ ഒരു അമ്പലമുണ്ട്, നിങ്ങൾ പലരും കേട്ട് കാണും. 7.5 പൊന്നാനെ എഴുന്നള്ളിക്കുന്ന ആറാട്ടുള്ള അമ്പലം. ആ അമ്പലത്തിൽ നിന്ന് വളരെ വിദൂരമല്ലാതെയുള്ള ഒരു പഴയ തിരുവിതാംകൂർ രാജാക്കന്മാർ പണിത ഒരു പഴയ ഗവൺമെൻറ് സ്കൂൾ. ആ ഗവൺമെൻറ് സ്കൂള് പിന്നീട് കേരള ഗവൺമെൻറ് ഭാഗമായി. ആ ഗവൺമെൻറ് സ്കൂളിലെ ഒരു അധ്യാപികയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അമ്മയുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ചുവരുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, സത്യമേവ ജയതേ, സത്യം ജയിക്കും. അപ്പം ഹൈന്ദവ സാഹിത്യത്തിൽ, ഹൈന്ദവ സംസ്കൃതിയിൽ എഴുതി വെച്ചു, സത്യമേവ ജയതേ. ക്രിസ്തു എന്ന് പറഞ്ഞു, ഞാൻ സത്യമാകും. അപ്പൊ എല്ലാ മതബോധനങ്ങളിലും, ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസൽമാന്റെയും മതബോധങ്ങളിലും, നമ്മുടെ എല്ലാ മാനവികതയിലും, നമ്മുടെ സംസ്കൃതിയിലും പറയുന്ന സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ഒരു ഉത്സവമാണ് ഈ ക്രിസ്തുമസ് എന്ന ഈ ഉത്സവം. അപ്പോൾ ഈ ക്രിസ്മസിൽ വരുന്ന ഈ ഉത്സവം ഓരോരുത്തരിലും ആ സൗന്ദര്യങ്ങൾ, ആ മാനവികത, ആ സ്നേഹം, ആ സത്യത്തെ പുൽകൽ, അങ്ങനെയുള്ള എല്ലാവിധ നന്മകളും നമ്മൾ ഈ സമയം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും പുതുവത്സരത്തെ പറ്റി പറഞ്ഞാൽ 2024 കഴിഞ്ഞു. അത് പഴയതാണ്. ആ പഴയതിൻ്റെ മാറാലകൾ മാറ്റി നമ്മളൊരു പുതിയ യുഗത്തിലേക്ക്, ഒരു പുതിയ നഭസിലേക്ക് നമ്മൾ പറന്നു വരികയാണ്. അതാണ് 2025. പുതിയ ചിന്തകൾ, പുതിയ സന്തോഷങ്ങൾ, പുതിയ ചുവടുവെപ്പുകൾ, പുതിയ മോഹങ്ങൾ. അപ്പം പഴയതെല്ലാം വിട്ട് ഒരു പുതിയ മനുഷ്യൻ ആകാൻ വേണ്ടിയുള്ള ഒരവസരം, ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം. നമുക്കെല്ലാം അറിയാം, മലയാളമുള്ളിടത്തോളം കാലം ആദരിക്കുന്ന, മലയാളത്തിൻ്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ MT വാസുദേവനോട് പറഞ്ഞു, എന്താണ് സമയം? ഈ സമയം അള്ളാഹുവിൻ്റെ കയ്യിലുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖജനാവിലുള്ള അനന്തമായ ഒരു കാര്യമാണ് ഈ സമയം. അല്ലെങ്കിൽ അനന്തമായ സമയം അള്ളാഹുവിൻ്റെ ട്രഷറിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവത്തിൻ്റെ ട്രഷറിയിൽ അനന്തമായ സമയമുണ്ട്, നമുക്കില്ല. നമുക്ക് സമയബന്ധിതമാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അപ്പം പുതിയ വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പഴയതിൽ നിന്ന് പഠിച്ച് പുതിയതിലേക്ക് പുതിയ കാര്യങ്ങൾ ചെയ്ത് ഈ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ നന്മയോടും സന്തോഷത്തോടും ആഹ്ലാദത്തോടും ഏറ്റവും പരമപ്രധാനമായി സ്നേഹത്തോടും കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം. പിന്നെ നമ്മുടെ മലയാള സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ച കലാരൂപങ്ങളും പ്രത്യേകം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് ഇനിയും കൂടുതൽ ഇങ്ങനെയുള്ള ഓണവും ക്രിസ്മസും ആഘോഷിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.